NICD sign client is not installed or running. If NICD sign client is already installed, remove and reconnect the token before trying again. നമസ്കാരം. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്പാർക്ക് കൈകാര്യം ചെയ്യുന്ന ക്ലറിക്കൽ വിഭാഗം ജീവനക്കാരിൽ ആരും തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് കാണാത്തവരായി ഉണ്ടാവില്ല. DDO ലോഗിനിൽ ബില്ലുകൾ സബ്മിറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് ഈ ഒരു മെസ്സേജ് പോപ്പപ്പ് ചെയ്യാറുള്ളത്. DDOയുടെ DSC ടോക്കൺ ഒന്നുകിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് റൺ ചെയ്യുന്നില്ല. ആയതിനാൽ ടോക്കൺ റിമൂവ് ചെയ്ത ശേഷം വീണ്ടും റീകണക്ട് ചെയ്യാനാണ് സ്പാർക്ക് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിൻ പ്രകാരം നമ്മൾ വീണ്ടും ടോക്കൺ റീഇൻസ്റ്റാൾ ചെയ്ത് പരീക്ഷിക്കും. DSC ടോക്കണിൻ്റെ തകരാറാണെന്ന് കരുതി മഷി തീരുമ്പോൾ നമ്മൾ പേന കുടയുന്ന പോലെ ചിലർ ഈ ടോക്കൺ ഊരി കുടയുന്നതും ടോക്കൺ ഊരി പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി വീണ്ടും ഇൻസർട്ട് ചെയ്യുന്നതുമൊക്കെ സ്ഥിരം കാഴ്ചകളായിരുന്നു ആദ്യമൊക്കെ. പിന്നെ പലവിധ മാർഗങ്ങൾ പരീക്ഷിച്ച് അവസാനം വിജയിച്ചവരുമുണ്ട്. അങ്ങനെ പലവിധ മാർഗങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഈ രീതി വളരെ സഹായകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിനേക്കാൾ എളുപ്പമുള്ള രീതികൾ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. ആ രീതികൾ നിങ്ങൾ കമൻ്റായി താഴെ രേഖപ്പെടുത്തിയാൽ അതും എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. എന്തായാലും ഞാൻ കുറേ നാളായി ഉപയോഗിച്ചു വരുന്നതും എന്നെ ഇതുവരെ ചതിച്ചിട്ടില്ലാത്തതുമായൊരു മാർഗമാണ് ഇവിടെ ഞാൻ പറയുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഒരു ജീവനക്കാരൻ്റെ PF NRI ബില്ല് സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ DSC ടോക്കൺ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ട ബില്ല് സെലക്ട് ചെയ്യുന്നു. അടുത്തതായി അപ്രൂവ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു മെസ്സേജ് പോപ്പപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. NICD സൈൻ ക്ലയൻറ്റ് ഈസ് നോട്ട് ഇൻസ്റ്റാൾഡ് ഓർ റണ്ണിങ്. ഞാനിവിടെ OK ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും അതേ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൂത്രപ്പണി ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാനൊരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം അത് മിനിമൈസ് ചെയ്യുന്നു. മിനിമൈസ് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിലെത്തുകയാണ്. നമുക്കറിയാം, ഡെസ്ക്ടോപ്പിൽ NICD സൈനിൻ്റെ ഒരു ക്യൂബ് ഐക്കൺ നമുക്ക് കാണാൻ കഴിയും. റൂബിക്സ് ക്യൂബ് പോലെയുള്ള ആ NICD സൈൻ ഐക്കണിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ നമ്മൾ മിനിമൈസ് ചെയ്തിരുന്ന ആ വിൻഡോ മാക്സിമൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ചില മെസ്സേജുകൾ പോപ്പപ്പ് ചെയ്ത് വരും. അതിൽ ആദ്യത്തേത് പ്ലീസ് കംപ്ലീറ്റ് യുവർ ബ്രൗസർ കോൺഫിഗറേഷൻ എന്നതാണ്. അത് നമ്മൾ മറ്റൊന്നും ചെയ്യുന്നില്ല, അത് ക്ലോസ് ചെയ്യുന്നു. അടുത്തതായി വരുന്ന മെസ്സേജ് ഓൾഡർ വേർഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണോ എന്നതാണ്. നമ്മൾ നോ കൊടുക്കുന്നു. വീണ്ടും വരുന്നു പ്ലീസ് അൺഇൻസ്റ്റാൾ ഓൾഡർ വേർഷൻ. നമ്മളതിന് OK കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ നേരത്തെ പുതുതായി ഓപ്പൺ ചെയ്ത ആ ന്യൂ ടാബിൻ്റെ അഡ്രസ് ബാറിൽ നമ്മൾ ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്യുകയാണ്. ആ അഡ്രസ്സ് ഇതാണ്: https://localhost:8020. അതിനുശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് വരും. അവിടെ അഡ്വാൻസ്ഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ടു ലോക്കൽ ഹോസ്റ്റ് ബ്രാക്കറ്റിൽ അൺസേഫ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു എറർ മെസ്സേജാണ്. സാധാരണഗതിയിൽ വരാറുണ്ട് 404 നോട്ട് ഫൗണ്ട് എന്ന ഒരു എറർ മെസ്സേജ് അപ്പോൾ അവിടെ വരും. സാധാരണ ഇങ്ങനെ ഒരു എറർ മെസ്സേജ് വന്നാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാറില്ല, അത് ക്ലോസ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വീണ്ടും സ്പാർക്കിൻ്റെ വിൻഡോയിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ OK കൊടുക്കുക. വീണ്ടും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ബില്ല് സെലക്ട് ചെയ്യുന്നു. അവിടെ അപ്രൂവ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള വിൻഡോ ഇതാ ഓപ്പണായി വന്നിരിക്കുകയാണ്. നമ്മളവിടെ ടോക്കൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. സാധാരണ പോലെ തന്നെ OK കൊടുക്കുന്നു. സബ്മിഷൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ നമ്മൾ പൂർത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ മെസ്സേജ് വന്നു, യുവർ ബിൽ ഹാസ് ബീൻ പോസ്റ്റഡ് ഫോർ സബ്മിഷൻ. OK കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് NICD സൈൻ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗം. ഇതിൻ്റെ പിന്നിലുള്ള സാങ്കേതികത എന്താണെന്ന് വിശദമാക്കാനൊന്നും എനിക്ക് കഴിയില്ല, കാരണം ഞാനൊരു സോഫ്റ്റ്വെയർ വിദഗ്ധനല്ല. അക്കാര്യങ്ങൾ പ്രഗത്ഭരായ ആൾക്കാർ വ്യക്തമാക്കട്ടെ. എന്തായാലും എനിക്ക് വർക്കൗട്ട് ആകുന്ന ഒരു കാര്യം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. പലർക്കും അറിയാവുന്ന ഒരു വിദ്യ ആയിരുന്നിരിക്കാം ഇത്.
എങ്കിലും അറിയാത്ത ഒരാൾക്കെങ്കിലും ഇത് സഹായമായെങ്കിൽ സന്തോഷം. ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി ആൾക്കാർക്ക് ഇത് ലഭിക്കത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.